ഇറാൻ അമേരിക്ക യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോഴും കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക വീണ്ടും ഇറാനെതിരെ ആക്രമണം തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും വീഴാൻ ഇറാൻ കൂട്ടാക്കുന്നില്ല. അതായത് ശക്തമായി തിരിച്ചടിച്ച് വിട്ടുകൊടുക്കാതെ ഇറാനും അമേരിക്കയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇരുവിഭാഗവും ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷം ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയുണ്ടെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലെ തന്നെ അതീവ ഗുരുതരമായ മറ്റൊരു പ്രതിസന്ധിയും ലോകം മുന്നിൽ കാണുകയാണ്. അത് അസംസ്കൃത എണ്ണ, വാതകം തുടങ്ങിയവയുടെ നീക്കവും മറ്റും നിലയ്ക്കുമെന്ന ആശങ്കയാണ്. പ്രത്യേകിച്ച് ഇറാൻ ലോകത്തെ മുഴുവൻ ഒരു പാഠം പഠിപ്പിക്കും, ഞങ്ങളായിട്ട് മാത്രം ഒന്നും അനുഭവിക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ മണിക്കൂറിൽ ലോകത്തോടൊരു ഭീഷണി മുഴക്കിയതോടെ ഇനി അങ്ങോട്ട് നിരവധിയായ നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സൂയസ് കനാൽ വഴി ചെങ്കടൽ കടന്നെത്തുന്ന കപ്പലുകളെ ബാബൽ മന്ദബിൽ ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂത്തികൾ തടസ്സപ്പെടുത്താൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ മാത്രമാണ് മുമ്പുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ലോകത്തെ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇറാൻ കടക്കാൻ പോകുന്നു എന്നാണ്, അതിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്ക ആക്രമണം നിർത്തിയില്ല എങ്കിൽ ലോകം തന്നെ പട്ടിണിയിലാകുമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് വീണ്ടും അവർ ആവർത്തിച്ചത് ഇവിടെ പ്രസക്തമായി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. യുദ്ധമുഖത്ത് ബോംബുകളും മിസൈലുകളും പറന്നു വീണ് നാശമുണ്ടാക്കുന്നതിൽ ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഒരു വശത്ത് യുദ്ധം കൊണ്ടുള്ള കെടുതികൾ ആ രീതിയിൽ നാശനഷ്ടങ്ങളായി വർദ്ധിക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക്, ലോകത്തിന് വലിയ ഭീഷണിയുമായി ഇറാൻ ഇത്തരമൊരു പുതിയ ഉപരോധത്തിന് തയ്യാറാകുന്നു. അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരേ സമയം രണ്ടു രീതിയിൽ, വ്യാവസായികമായി അല്ലെങ്കിൽ സാമ്പത്തികമായി, അതോടൊപ്പം ഈ സായുധമായി രണ്ട് തരം തിരിച്ചടികൾ ഒരേ സമയം ഇറാൻ നൽകാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൻ്റെ പ്രകടമായ തെളിവുകൾ, അല്ലെങ്കിൽ ഇത്തരമൊരു ഇരട്ട പ്രഹരം കൊടുക്കുന്ന രീതി ഇറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. കുവൈറ്റിൽ കനത്ത വ്യോമാക്രമണം നടത്തിയ ഇറാൻ കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകൾ ആക്രമിച്ചിട്ടുണ്ട്. കുവൈറ്റ് വ്യോമപാത അടച്ചിട്ടുണ്ട്. മിക്ക വിമാന സർവീസുകളും പുനഃക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചിട്ടുണ്ട്. അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ഇറാൻ തുടർച്ചയായി ലക്ഷ്യമിടുകയാണ്. അതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഈ യുദ്ധത്തെ ഒരു അതിതീവ്രമായ നിലയിലേക്ക് മാറ്റാനായി ഒരേ സമയം പലയിടങ്ങളിലേക്ക് പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ തുടരുന്നു എന്നു തന്നെയാണ്. ഇവിടെയാണ് ട്രംപ് അതിദയനീയമായി പരാജയപ്പെട്ടു നിൽക്കുന്നത്, മുന്നോട്ട് പോകാൻ കഴിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുന്നത്, ഇനി എന്തുണ്ടാകുമെന്ന് ആശങ്കയിൽ ഭയപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഇറാന് ട്രംപിനെ വധിക്കുക, നെതന്യാഹുവിനെ ഇല്ലാതാക്കുക എന്നതും സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെ ശക്തമാണ്. കാരണം അമേരിക്ക പോലുള്ള ഒരു ലോകശക്തി കഴിഞ്ഞ ഒരാഴ്ചയായി ഇറാനെ തലങ്ങും വിലങ്ങും അടിക്കുന്നു, ഇറാന്റെ യുദ്ധകേന്ദ്രങ്ങൾ തകർക്കുന്നു, ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധശേഷി ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇറാൻ ഒന്നും നഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പോരാട്ട വീര്യവുമായി ട്രംപിന് നേരെ ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ, അല്ലെങ്കിൽ ഒരു അപായപ്പെടുത്തൽ ശ്രമം നടത്തിയാൽ, അത് ലക്ഷ്യം കാണാനുള്ള സാധ്യതകളും ഏറെയാണ് എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഭയവും അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിനുണ്ട് എന്നു തന്നെ നമ്മൾ പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് അമേരിക്ക ഇറാനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇറാൻ അമേരിക്കയ്ക്ക് മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് അമേരിക്കയും ഇറാനും ഉണ്ടാക്കുന്ന ചില ആഖ്യാനങ്ങൾ അഥവാ നെറേറ്റീവുകൾ കൂടിയാണ്. അതുകൂടി നമുക്ക് പരിശോധിക്കാം. ഫെബ്രുവരി 28-ന് ഇറാനെ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായി യുദ്ധം തുടങ്ങുകയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യം നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങളും ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ആ സമയത്ത് തന്നെ പുറത്തു വന്നിരുന്നു. പല വിവരങ്ങളും സ്വതന്ത്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇറാനിൽ മറ്റു മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രവേശനമില്ലാത്തതിനാൽ അവരുടെ മണ്ണിലുണ്ടായ നാശത്തിന്റെയോ അവർ നടത്തിയ ആക്രമണങ്ങളുടെയോ വിശദാംശങ്ങൾ ഇതുവരെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ചില അമേരിക്കൻ വിമാനങ്ങൾ തകർത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്നതൊഴിച്ചാൽ ഇറാനിൽ നിന്ന് കൃത്യമായ
വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. അമേരിക്കയ്ക്ക് വലിയ നാശമുണ്ടാക്കിയെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിക്കുമ്പോഴും ആദ്യം നിഷേധിക്കുകയും 2 ദിവസം കഴിഞ്ഞ് അത് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ട ഗതികേടിലായിരുന്നു അമേരിക്ക. കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. യുദ്ധം പരാജയമായി എന്ന ആഖ്യാനം ഉണ്ടാകാൻ അത് കാരണമാവുകയും ചർച്ച, വെടിനിർത്തൽ, സമാധാനം തുടങ്ങിയ വാക്കുകൾ ആദ്യം പറഞ്ഞത് ട്രംപ് ആവുകയും ചെയ്തത് അങ്ങനെയാണ്. യുദ്ധത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ട്രംപിനെയാണ് അന്ന് ലോകം കണ്ടത്. ഇറാന് വലിയ നാശമുണ്ടാക്കിയെന്ന അവകാശവാദം പല തവണ അമേരിക്ക പറഞ്ഞുവെങ്കിലും ഒപ്പമുള്ളവർ പോലും അത് വിശ്വസിച്ചില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട വസ്തുതയാണ്. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ദിശ മാറ്റി, വിഷയം മാറ്റി, എന്തെങ്കിലുമൊക്കെ മറ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത്. അങ്ങനെ ഇത്തവണ അത്തരത്തിൽ ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് തെളിവ് സഹിതം ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഗൾഫ് മണ്ണിലെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, അവിടുത്തെ വിമാനങ്ങൾ, അമേരിക്കൻ വിമാനങ്ങൾ തകർക്കുന്നു, അമേരിക്കൻ വിമാനങ്ങൾക്ക് വായുവിൽ വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന റീഫ്യൂവലിംഗ് വിമാനങ്ങൾ തകർക്കുന്നു, വലിയ വിലയുള്ള MQ-9 ഡ്രോൺ, ഫൈറ്റർ ജെറ്റുകൾ തുടങ്ങി നിരവധി സൈനിക സാമഗ്രികളെ ചാമ്പലാക്കിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അതിൻ്റെയൊക്കെ ചില ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഈ അവകാശവാദങ്ങളെ തള്ളിക്കളയാൻ US സെൻട്രൽ കമാൻഡ്, സെൻകോം എന്ന് പറയുന്ന അവരുടെ US സെൻട്രൽ കമാൻഡ് ഒരിക്കലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വലിയ ദുരൂഹത ഉണ്ടാക്കുന്നത്. അതായത് ഈ ആക്രമണങ്ങൾ നടന്നു, ഞങ്ങൾ ഇന്ന സ്ഥലങ്ങൾ തകർത്തു എന്ന് ഇറാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം അമേരിക്ക പറയുന്നില്ല. അതിനവർ പറയുന്നൊരു ന്യായം, ആക്രമണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് നേരിട്ട നാശനഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ പരിഗണിക്കുന്നില്ല, പിന്നീട് അതേക്കുറിച്ച് പറയാമെന്നൊക്കെയാണ്. പക്ഷേ അത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അമേരിക്കയ്ക്ക് പറയാം. വേണമെങ്കിൽ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ അമേരിക്കയ്ക്ക് അത് പറയാം. പക്ഷെ അമേരിക്ക അത് പറയാത്തിടത്തോളം കാലം വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. അതായത് ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി എന്ന് അമേരിക്ക സമ്മതിക്കുന്നത് അത് ഒരു തോൽവിയായി അമേരിക്ക പറയുന്നതിന് തുല്യമാണ്. അതായത് നഷ്ടങ്ങൾ സഹിക്കാം, പക്ഷേ ഇരുചെവി അറിയരുത് എന്ന നിലപാടിലാണ് അമേരിക്ക എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ആകട്ടെ കയറി അടിക്കുമെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന നിലപാട് മാറ്റി മറിച്ച് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തുക, അമേരിക്കൻ ലക്ഷ്യങ്ങളെല്ലാം ഇല്ലാതാക്കുക, വലിയ തോതിൽ തകർച്ചകൾ ഉണ്ടാകട്ടെ എന്ന നിലയിലേക്ക്, അതായത് ഇനി വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ 2-3 ദിവസം മുതൽ തന്നെ അതിമാരകമായ ആക്രമണങ്ങൾ പലയിടങ്ങളിലും നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതായത് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറാൻ കടന്നു കയറുന്നു, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ തയ്യാറാകുന്നു എന്ന് തന്നെ കാണണം. എന്ന് മാത്രമല്ല, ഇറാഖിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഈ പറയുന്ന അവിടെയുള്ള ഈ പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ആക്രമണങ്ങൾ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് കൂടി ഇറാൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് വലിയ നീക്കങ്ങളിലേക്ക് ഇറാൻ കടക്കുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ചെങ്കടൽ അടച്ചുപൂട്ടുന്നു, ഹോർമുസ് അടച്ചുപൂട്ടുന്നു, അതുപോലെ ഈ പറയുന്ന നിർണായകമായ ആയുധങ്ങൾ, ഏറ്റവും പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു, ഗൾഫ് മേഖലയിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു, ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു. അങ്ങനെ തലങ്ങും വിലങ്ങുമുള്ള നിർണായകമായ ആക്രമണങ്ങൾ, ഒരേ സമയം നിരവധി പ്രഹരങ്ങൾ ഒന്നിച്ച് അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ട് ഇറാൻ അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ യുദ്ധം, ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള യുദ്ധം കൂടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ തെളിയുകയാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും.